എന്താ ഇയാൾ ദീനിനെ കുറിച്ച് പഠിച്ചത്? നിങ്ങൾ കളിയാക്കണോ? അള്ളാനെ വിളിച്ചാൽ ഉത്തരം കിട്ടുന്ന ഖുർആനിലുണ്ടല്ലോ. ഞങ്ങളൊന്ന് വിളിക്കേ, പേരോട് നശിച്ചു പോകാനൊന്ന് വിളിച്ചാട്ടേ. ഞങ്ങളൊരു കാലത്തും അങ്ങനെ തകർക്കൂലട്ടോ, അത് വേറെ വിഷയം. പേരോട് നശിക്കാൻ പ്രാർത്ഥിക്കേ? നിങ്ങളെ മനസ്സ് നന്നാക്കട്ടെ അല്ലാതെ ഞങ്ങൾ ദുആ ചെയ്യുള്ളൂ. നിങ്ങൾക്കറിയോ എത്ര എണ്ണാണ് ഞങ്ങളെ മുസ്ലിയാക്കന്മാർ ഓരോ സ്ഥലത്തും ഓലൊക്കെ ഇങ്ങനെ ഈ ശിർക്കിന് വേണ്ടി അനുകൂലിച്ച് പ്രസംഗിക്കുമ്പോൾ അവരൊക്കെ നശിക്കട്ടെ നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ മൗലൈമാരൊക്കെ ഈ മുസ്ലിയാക്കന്മാരൊക്കെ ഇപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വരാനുണ്ടാവുമോ? അള്ളാഹുവിന്റെ റസൂലിന് തായിഫ് നിന്ന് ഏറ് കിട്ടിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു മലെടുത്ത് മറിച്ചോട്ടെ എന്ന് ചോദിച്ചു. കാരുണ്യത്തിന്റെ പ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്താ ജിബ്രീലിനോട് മറുപടി പറഞ്ഞത്? വേണ്ട, അല്ലാഹുമ്മ ഹ്ദിലി ഖൗമി, എന്നെ എറിഞ്ഞോടിച്ച എൻ്റെ നാട്ടുകാർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ റബ്ബേ, ഫഇന്നഹും ലാ യഅലമൂൻ, അവരറിവില്ലാതെ ചെയ്തു പോയതാണ്. പേരോടിനെ പറ്റി വരെ നമുക്ക് നിരാശയൊന്നുമില്ല. അള്ളാഹു ആർക്കാ ഹിദായത്ത് എപ്പോഴാ കൊടുക്കാന്നറിയല്ലോ. പിന്നെ മാത്രമല്ല, ഇനി മൂപ്പർക്ക് ഹിദായത്ത് കിട്ടണില്ലെങ്കിലോ എന്നാലും നമുക്ക് തിരക്കടൊന്നുമില്ല. അയാളെ വിളിക്കുക, അയാൾ വിളിച്ചാ വന്നെങ്കിലോ. പിന്നെ നശിക്കാൻ എന്തായാലും ഞങ്ങൾ പ്രാർത്ഥിക്കൂല. കാരണം എന്താ? പേരോട് എവിടെ വന്നാലും ഞങ്ങൾ വേരോടും. അടില്ലേ? എവിടെ പേരോട് വന്നോ അവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേരോടും. പള്ളി, മദ്രസ. അപ്പൊ ഇവിടെ ഞാനിവിടെ 4-ാമത്തെ പ്രസംഗം തുടങ്ങുമ്പോൾ ഇവിടെ ഈ പള്ളി തന്നെ ഉള്ളൂ. ഇപ്പോഴോ ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലം എടുത്തു, പല പദ്ധതികളും വരാൻ പോവുക. അതന്നെ പറഞ്ഞു. ഒരുപാട് ആളുകൾക്ക് മാറ്റല്ലേ. നിങ്ങൾ എന്ത് തടഞ്ഞിട്ടെന്താ? ജനങ്ങൾ സത്യം മനസ്സിലാക്കി. ഇത് കേട്ടുപോണ ബേജാറുകൊണ്ടല്ലേ നിങ്ങൾ ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾ നശിക്കാൻ എന്തായാലും പ്രാർത്ഥിക്കൂല. അപ്പൊ മൂപ്പര് നമ്മളോട് പറയും, നിങ്ങൾ പ്രാർത്ഥിക്ക്, ഞങ്ങൾ നശിക്കട്ടെ. എന്നാൽ ഞങ്ങളൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങളെന്ത് ഞങ്ങൾക്കെതിരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ ഞങ്ങളൊക്കെ പറ്റിയ നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ വലിയ ഉത്തരം കിട്ടുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഈ ലോകത്ത് മുജാഹിദീങ്ങൾ ആരെങ്കിലുമൊക്കെ മരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ദുആ കൊണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലേ? നിങ്ങൾ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമല്ലോ. മൂപ്പര് ആ നിലക്കുള്ള പൊട്ടത്തരം പറയുന്നത് അയാളുടെ ശബ്ദത്തിലൂടെ തന്നെ നിങ്ങളൊന്ന് കേൾക്കുക. മുജാഹിദ് ദുആർന്നാൽ അല്ലാഹു ഉത്തരം ചെയ്യെങ്കിലും ഒന്ന് ദുആർക്ക്, പേരോട് നശിക്കട്ടെ. ഇന്ന് ദുആർക്ക് മുജാഹിദീങ്ങൾ പേരോട് ഇന്നെ നശിക്കട്ടെ എന്ന് ദുആർക്ക്, ഇപ്പൊ നശിക്കട്ടെ എന്ന് ദുആർക്ക്. നമുക്ക് നോക്കാൻ ഉത്തരം കിട്ടുമോ? നിങ്ങളല്ലേ സാധാരണ ഓതലി എന്ത്? അതാ ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിച്ചോളൂ ഉത്തരം തരാം. ഒന്ന് ദുആർക്ക് മൗലവിമാര്, പേരോട് ഇന്ന് നശിക്കട്ടെ. ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. എന്താ വിളി കണ്ട? ആരെ വെല്ലുവിളിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്താലും ഉത്തരം കിട്ടുക എന്നുള്ളത് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ അള്ളാഹുവിനോട് ഏത് കാര്യത്തിന് ദുആ ചെയ്താലും ഉത്തരം കിട്ടുന്ന നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ 3 നിലക്കുണ്ട്. ഒന്നുകിൽ ചോദിച്ച കാര്യം തന്നെ റബ്ബങ്ങ് തരും, ഇല്ലെങ്കിൽ ചോദിച്ച കാര്യം തന്നില്ലെങ്കിലും ദുനിയാവിൽ നമുക്ക് വരാനിരിക്കുന്ന മറ്റേതെങ്കിലും ഒരു കാര്യം, ആപത്തോ മറ്റു കാര്യങ്ങളോ അള്ളാഹു ഇതിലൂടെ തടുക്കും. ഇനി ഇവിടെ വെച്ച് ഉത്തരം തീരെ കിട്ടിയിട്ടില്ലെങ്കിലും ദുആ കൊട്ടും കുറവ് വരുത്തണ്ട മുഅ്മിനീങ്ങളെ.